ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 14. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, അങ്ങ് എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ വരുന്നില്ല. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കും നമുക്ക് വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിനെ ധ്യാനിക്കാം. ഈ ലോക ജീവിത കാലഘട്ടത്തിൽ യേശുവിൻ്റെ ഏറ്റവും പരമപ്രധാനമായ പ്രഖ്യാപനമായിരുന്നു കർത്താവ് വഴിയും സത്യവും ജീവനുമാണ് എന്ന് ലോകത്തോട് ഏറ്റു പറഞ്ഞത്. ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നുപോയ ഒത്തിരി പ്രവാചകന്മാരും ധീരരായ നേതാക്കന്മാരും രാജാക്കന്മാരും ദൈവമെന്ന് അവകാശപ്പെടുന്നവർ പോലും പറയാത്ത വാക്കാണ് ക്രിസ്തു പറഞ്ഞത്. ബുദ്ധന്റെ അടുക്കൽ വന്ന് തൻ്റെ ശിഷ്യന്മാർ വിനീതരായി ചോദിച്ചു, ഗുരു, അങ്ങയുടെ മാർഗം ഞങ്ങൾക്ക് തരണമേ. അദ്ദേഹം വിനീതനായി പറഞ്ഞു, ഞാൻ മാർഗമല്ല, നിത്യരക്ഷ പ്രാപിക്കുവാൻ 8 മാർഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകാം. ആ മാർഗങ്ങളിലൂടെ നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണത കണ്ടെത്തിക്കൊള്ളുക. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നുപോയ ഒത്തിരി നല്ല മനുഷ്യർ, അവരൊരിക്കലും ആർക്കും മാർഗമായിരുന്നില്ല, വഴിയായിരുന്നില്ല, ജീവനുമായിരുന്നില്ല. എന്നാൽ കർത്താവായ യേശു മാത്രം സത്യസന്ധമായി നിത്യപിതാവിൻ്റെ ദൗത്യം ലോകത്തോട് നിറവേറ്റുകയും അവിടുന്ന് വഴിയും സത്യവും ജീവനുമാണെന്ന് പ്രഘോഷിക്കുകയും ചെയ്തു. ക്രിസ്തുവാകുന്ന വഴിയിലൂടെ മാത്രമേ നാം യാത്ര ചെയ്യാൻ പാടുള്ളൂ. അവനിലൂടെ യാത്ര ചെയ്യുന്നവന് മാത്രമേ നിത്യജീവന്റെ പൂർണ്ണത സ്വന്തമാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നൽകുന്ന മറ്റ് വലിയൊരു ഉറപ്പുണ്ട്. ഞാൻ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടിയാണ്. ഞാൻ പോയി സ്ഥലം സജ്ജമാക്കിയ ശേഷം ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. ഇത് ഒരു വാഗ്ദാനമാണ്. അതായത് മരണശേഷമുള്ള നിത്യജീവനെ കുറിച്ചുള്ള മഹത്തായ വാഗ്ദാനം. യേശു സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നാം പിതാവിന്റെ സന്നിധിയിൽ എത്തേണ്ടതിന് സ്ഥലമൊരുക്കുവാൻ വേണ്ടിയാണ്. നമ്മെക്കുറിച്ച് ഇത്രമാത്രം കരുതലുള്ള ഒരു ദൈവം ഈ ജീവിതത്തിലും ജീവിതത്തിന് ശേഷവും നിത്യജീവനിലും നമുക്കായി ഒരുക്കങ്ങൾ നടത്തുന്ന ദൈവം. ഈ ദൈവത്തിന്റെ കരുണയും സ്നേഹവും ആർദ്രമാണ്. നാം ഏറെ ആത്മാർത്ഥമായി ധ്യാനിക്കേണ്ട ചിന്ത കൂടിയാണത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഈ ലോകത്തിനപ്പുറമുള്ള പിതാവിന്റെ സന്നിധിയിലുള്ള ഒരു വാസമുണ്ട്, നിത്യമായ ഒരു ജീവിതമുണ്ട്. നിങ്ങൾക്ക് ഞാൻ സ്ഥലം സജ്ജമാക്കി ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. വലിയൊരു അനുഭവമാണ്. ഈ ആത്മീയ ആനന്ദവും ആത്മീയ ഇടവും സ്വന്തമാക്കുവാൻ വേണ്ടിയാകണം ഈ ലോക ജീവിതത്തിലെ നമ്മുടെ എല്ലാ നന്മകളും പ്രയത്നങ്ങളും. നാം ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളിൽ കുടുങ്ങിപ്പോകാതെ നിത്യത ലക്ഷ്യമാക്കി യാത്ര ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരിടമുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ അല്പകാലം മാത്രം ജീവിച്ച് കടന്നു പോകുന്നവരാണ്. വാടക വീട്ടിൽ താമസിക്കുന്നവരെ പോലെ താമസിച്ച് കടന്നു പോകേണ്ടവരാണ്. കാരണം ഏത് നിമിഷവും നിത്യഭവനത്തിന് വേണ്ടി നാം വിളിക്കപ്പെടാം. എല്ലായ്പ്പോഴും ഒരുക്കമുള്ളവരായിരിക്കുവാനും നിത്യഭവനത്തിൽ എത്തിച്ചേരുവാനുമുള്ള വലിയൊരു കൃപാവരം നമുക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കുവാനും ധീരമായി അവിടത്തേക്ക് സാക്ഷികളാകുവാനും നമ്മളെ യോഗ്യരാക്കണമേ എന്നും യാചിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ.
സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹമാ ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ